Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം 2025 ജാനുവരിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ സബ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസിനെ പറ്റിയാണ്. അതായത് 3.8 to 4 മീറ്റേഴ്സിന് അടുത്ത് വരെ ലെങ്ത്തുള്ള വാഹനങ്ങൾ. ഇവിടെ ഇപ്പോൾ 14ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മാരുതി സുസുക്കി ജിംനിയാണ്. ഈ വണ്ടിയുടെ സെയിൽസ് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ചില മാസങ്ങളിൽ കൂടും, ചില മാസങ്ങളിൽ വല്ലാതെ കുറയും. അങ്ങനത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഡിസംബർ മാസത്തിൽ ഇതിന് 1100 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതാണെങ്കിൽ പോലും കഴിഞ്ഞ മാസം 2025 ജാനുവരിയിൽ ജസ്റ്റ് 163 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് 937 വാഹനങ്ങളുടെ വ്യത്യാസവും 85.18% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3 വണ്ടികൾക്കാണ് ടോട്ടൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്, 14 വണ്ടികളിൽ. അതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന ഒരു വാഹനം കൂടിയാണ് ജിംനി എന്ന് പറയേണ്ടി വരും. ഈ വണ്ടി ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് സെയിൽ കൂടും, അല്ലെങ്കിൽ കുറയും എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ റെനോ കൈഗറാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 755 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഡിസംബറിൽ 594 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 161 വാഹനങ്ങളുടെ വ്യത്യാസം 27.1% ഗ്രോത്ത് റേറ്റും ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ്. പെർസെൻറ്റേജ് കണക്കെടുക്കുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ഹൈ അല്ലെങ്കിലും നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു 2025 അപ്ഡേറ്റഡ് മോഡൽ കഴിഞ്ഞ ദിവസം റെനോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫീച്ചേഴ്സിൻ്റെയും വേരിയൻസിൻ്റെ ഒക്കെ മിസ്മാച്ചും പ്രൈസിൻ്റെ ഒക്കെ വ്യത്യാസമൊക്കെ ആയിട്ട്. ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ കൈലാക്കാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകിച്ച് മന്ത്ലി കമ്പാരിസൺ ഒന്നും അവൈലബിൾ അല്ല. കാരണം 2025 ജാനുവരിയിലാണ് ഇതിൻ്റെ ആദ്യത്തെ സെയിൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആൻഡ് ആദ്യത്തെ മാസം തന്നെ 1242 വാഹനങ്ങളുടെ സെയിലാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. സെയിൽ എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ആദ്യത്തെ മാസം അവർ ഈ വാഹനത്തിന് ഇത്രയും യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കണക്ക് അത്രയും സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇനിയിപ്പം വരും കാലങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ സെയിൽ കൂടുന്നതായിട്ട് പ്രതീക്ഷിക്കാം. സ്കോഡ ഇതിൻ്റെ മന്ത്ലി ടാർഗറ്റ് ഇട്ട് ഏകദേശം 6000-8000 ഇടയിലാണ്. അത്രയൊക്കെ വരുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പക്ഷേ 6000 റേഞ്ചൊക്കെ അവർക്ക് വേണമെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നിസാൻ മാഗ്നൈറ്റ് ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 2404 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. 2117 വാഹനങ്ങൾ സെയിലായിരുന്നു ഡിസംബറിൽ ലഭിച്ചിരുന്നത്. അതായത് 287 വാഹനങ്ങളുടെ വ്യത്യാസവും 13.56% ഗ്രോത്ത് റേറ്റിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് വന്നതായിരുന്നു. അതിലാവശ്യത്തിന് മാറ്റങ്ങളൊക്കെ അവർ കൊടുത്തതുകൊണ്ട് ഇപ്പോഴും വണ്ടി തെറ്റില്ലാത്ത രീതിയിൽ അവർ വിറ്റ് പോകുന്നു എന്ന് പറയാം. പക്ഷേ നിസാനും റെനോയും ഈ വർഷം ഇറക്കാനിരുന്ന 2 അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസ് ഉണ്ടായിരുന്നു. ഡസ്റ്ററിൻ്റെ പുതിയ വേർഷൻ എന്ന് പറയുന്നത് പേരെങ്ങനെയായിരിക്കുമല്ലോ എന്നറിയില്ല. പക്ഷേ ആ വണ്ടികളുടെ ലോഞ്ച് 26ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് ഈ വർഷം ഇനിയിപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ വണ്ടികളൊന്നുമില്ല. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസർ എന്ന് പറഞ്ഞ ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന് കഴിഞ്ഞ മാസം 2470 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചിട്ടുണ്ട്. ഡിസംബറിൽ 2628 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരുന്നത്. അതായത് ജസ്റ്റ് 158 വാഹനങ്ങളുടെ വ്യത്യാസവും 6.01% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. ഡീഗ്രോത്ത് എന്ന് പറയുമെങ്കിലും ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. പിന്നെ അതങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് റീബാച്ച്ഡ് വണ്ടിയാണ്. ടൊയോട്ടയ്ക്ക് എപ്പോൾ വേണേൽ സെയിൽ കൂട്ടാൻ കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സുസുക്കിയാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് ടൊയോട്ടയ്ക്ക് കൊടുക്കുന്നത്. കൈലാക്കിന് ശേഷം കഴിഞ്ഞ മാസം സെയിൽ ആദ്യമായിട്ട് തുടങ്ങിയ മറ്റൊരു വാഹനം കൂടെ ഉണ്ടായിരുന്നു, കിയ സെറോസ്. ഈ വണ്ടിയുടെ ആദ്യത്തെ മാസത്തെ സെയിൽസ് 5546 വാഹനങ്ങളുടെയാണ്. കൈലാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 5 times കൂടുതലാണെന്ന് പറയാം. പക്ഷെ എന്നാലും ഈ വണ്ടിയുടെ സെയിൽ ഇനിയിപ്പം വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ജസ്റ്റ് സ്റ്റാർട്ടിങ് മാസത്തിൻ്റെ സെയിലാണ്. പിന്നെ അവർ വണ്ടി ഇറക്കിയപ്പോൾ തന്നെ ജാനുവരി പകുതിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതും നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം. ഇതൊരു പുതിയ സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് വന്ന വണ്ടിയായിരുന്നു. അതായത് അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസിൻ്റെ കുറച്ച് താഴത്തെ പ്രൈസിൽ ഒരു സബ് 4 മീറ്റർ വാഹനം, അതും അത്യാവശ്യം നല്ല പ്രീമിയം ഫീച്ചേഴ്സും ഒരു വേറിട്ട ഡിസൈനും ഒക്കെ ആയിട്ട്. എഞ്ചിൻ ഓപ്ഷൻസും 1 ലിറ്റർ ടർബോ 1.5 ഡീസലൊക്കെയാണ്. ഇനി അടുത്ത വാഹനം ഹ്യുണ്ടായി എക്സ്റ്റർ ആണ് 8th പൊസിഷനിൽ നിൽക്കുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 6068 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ മാസത്തിൽ 5270 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 798 വാഹനങ്ങളുടെ വ്യത്യാസവും 15.14% ഗ്രോത്ത് റേറ്റും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സെയിൽ വളരെ കുറവാണ്. ഹ്യുണ്ടായി വിചാരിച്ചത്രയും ഒരു സക്സസ് ഈ വാഹനത്തിന് ലഭിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം പഞ്ചിൻ്റെ ഒരു മാസത്തെ സെയിൽ 15000 to 18000 റേഞ്ചിലാണ്. ഈ വണ്ടി പക്ഷേ പൊതുവെ 8000 ആയിരുന്നു, 8000 ആയിരുന്നു. ഇപ്പം എന്തായാലും 6000 5000 ആ റേഞ്ചിലേക്ക് വന്നു. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സോണറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7194 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ 2024 3337 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3857 വാഹനങ്ങളുടെ വ്യത്യാസം 115.58% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഹൈ ഗ്രോത്ത് റേറ്റ് ആണ്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള വാഹനം സോണറ്റ് തന്നെയാണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, കിയ മിക്ക വർഷങ്ങളിലും ഡിസംബർ ആകുമ്പോഴേക്കും അവരുടെ സെയിൽ നന്നായിട്ട് കുറയ്ക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവരാകെ ടോട്ടൽ വിറ്റത് 9000 വണ്ടികളെടുത്താണ്. അതുകൊണ്ട്
അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പം അത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നത് വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, അവർ പ്രൊഡക്ഷൻ കുറച്ചിട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV3X ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 8454 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചിട്ടുണ്ട്. ഡിസംബറിൽ 7000 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1454 വാഹനങ്ങളുടെ വ്യത്യാസം 20.77% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. എഗെയിൻ അത്യാവശ്യം നല്ല സെയിലുണ്ട്. 300 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സെയിൽ കൂടിയിട്ടുണ്ട്. അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂവിന് കഴിഞ്ഞ മാസം 11,106 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഡിസംബറിൽ 10,265 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 841 വാഹനങ്ങളുടെ വ്യത്യാസവും 8.19% ഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ വണ്ടിയും ഇറങ്ങിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണ് വെന്യൂ. പക്ഷേ സെയിൽസിൻ്റെ കാര്യത്തിൽ അത് ഈ വാഹനത്തിന് അധികം എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ സിറോസ് വന്ന് ഭയങ്കര പ്രീമിയമാണ്. ഈവൻ നെക്സോണിൽ വരെ ഇപ്പോൾ നമുക്ക് വെന്യൂവിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സെയിൽസ് എഗെയിൻ 11,000 റേഞ്ച് പിടിച്ചു പോകുന്നു എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നെക്സോണിന് കൂടുതൽ സെയിൽ ഉണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,747 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഡിസംബറിൽ 17,336 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 2,589 വാഹനങ്ങളുടെ വ്യത്യാസവും 14.93% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ് ബ്രസ. പിന്നെ ഈ വണ്ടി നമ്മളിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവാണ്. ആകെപ്പാടെ നമുക്ക് ആ ഒരു ബോക്സി ലൈക്ക് ഡിസൈൻ മാത്രമാണ് ഇതിൻ്റെ അകത്തൊരു പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്ന. പിന്നെ മാരുതിയുടെ സെയിൽസ് ആൻഡ് സർവീസ് ഔട്ട്ലെറ്റ്സും ഒരു ട്രസ്റ്റ് ഫാക്ടറും. അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും ഈ വാഹനം ഇത്രയും നല്ല നമ്പേഴ്സിൽ എടുക്കുന്നത്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന ഫ്രോങ്സ് ആണ്. കഴിഞ്ഞ മാസം എന്തായാലും ഫ്രോങ്സ് ബ്രസയുടെ സെയിൽസിന് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറിയിട്ടുണ്ട്. 15,192 വാഹനങ്ങളുടെ സെയിൽസാണ് ജാനുവരിയിൽ ഇതിന് ലഭിച്ചത്. ഡിസംബറിൽ ജസ്റ്റ് 10,752 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 4,440 വാഹനങ്ങളുടെ വ്യത്യാസവും 41.29% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഫ്രോങ്സ് ആണെന്ന് പറയും. ഇത് അത്യാവശ്യം നന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഗ്രോത്ത് റേറ്റ് ആണ്. സോണത്തിന് ശരിക്കും അത്രയും വലിയ ഗ്രോത്ത് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഫ്രോങ്സ് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിന് മുന്നേ പറഞ്ഞ കൈഗറിൻ്റെ കേസും ചെറിയ രീതിയിൽ കൺസിഡർ ചെയ്യാം. ലോ വോളിയം സെയിൽസ് ആയിരുന്നു സ്റ്റിൽ. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ നെക്സോൺ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15,397 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. ഡിസംബറിൽ 13,536 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,861 വാഹനങ്ങളുടെ വ്യത്യാസം 13.75% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ് എന്ന് തന്നെ പറയും. പക്ഷേ ഇതിൻ്റെ സ്വന്തം സഹോദരനായ അല്ലെങ്കിൽ ടാറ്റയുടെ തന്നെ മറ്റൊരു ഇതിനേക്കാൾ ചെറിയ SUV പഞ്ചിന് മിക്ക മാസങ്ങളിൽ ഇതിനേക്കാൾ സെയിൽ കൂടുതൽ കിട്ടാറുണ്ട്. അത് 2024 തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു. 25-ലും വലിയ വ്യത്യാസമൊന്നുമില്ല. 1st പൊസിഷനിൽ നിൽക്കുന്ന വാഹനം പഞ്ചാണ്. 16,231 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഡിസംബറിൽ 15,073 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,158 വാഹനങ്ങളുടെ വ്യത്യാസം 7.68% ഗ്രോത്ത് റേറ്റും. ഇത് കഴിഞ്ഞ വർഷം ചില മാസങ്ങളിലൊക്കെ 18,000 19,000 വരെയൊക്കെ ഇതിന് സെയിൽ കയറിയതായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ 16,000 ഒരിത്തിരി കുറവായിട്ട് തോന്നും. പക്ഷേ കഴിഞ്ഞ വർഷം മിക്ക മാസങ്ങളിൽ നെക്സോണിൻ്റെ സെയിലും കുറവായിരുന്നു. 12,000 റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നെക്സോണിൻ്റെ സെയിലും പഞ്ചിൻ്റെ സെയിലും ഓൾമോസ്റ്റ് അടുത്തടുത്തായിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. എന്തായാലും ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 14 സബ്-4 SUVസിൻ്റെ സെയിൽസ് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.